നിക്കി, നമുക്ക് പോവാം. എടാ നിന്റെ പാർട്ടിയല്ലേ? നീ വരുന്നുണ്ടോ അല്ല ഞാൻ ഒറ്റക്ക് പോകണോ? വേണ്ട വേണ്ട, നീ നടക്കും. നീ ഇന്ന് കാർ ഓടിക്ക, ഞാൻ കുടിച്ചിട്ടാള്. എടാ നമ്മളെത്തി. അപ്പം ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാത്രം, അങ്ങനെ അങ്ങ് പോയാലോ? ഒരു കിസ്സെങ്കിലും തരാം. നിന്റെ മറ്റ വെളുത്ത് പോയി ചോദിക്കും അവൻ്റെ ഒരു കിസ്. നിനക്ക് ഉപകാരം ചെയ്യുന്ന എന്നെ വേണം പറയാൻ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് ദാ ലിമിറ്റ് കടന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുവേ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞ നീ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാ? എനിക്ക് നിന്നെ ഇഷ്ടമാണ് ശരി, ഐ ലൈക്ക് യു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിക്കി, എനിക്ക് ഈ പ്രേമം സ്നേഹം അങ്ങനത്തെ മൈരൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. എന്നൊരു ഹഗ്ഗെങ്കിലും താ. അപ്പൊ എന്റെ ജീവിതക്കുട്ടന് ഹാപ്പി ബർത്ത്ഡേ. ചെല്ല് ചെല്ല്. പാവം പേടിപ്പിച്ച് കളഞ്ഞല്ലോ നിച്ചേട്ടാ. നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് നിന്റെ BF ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? നീ മാരീഡ് ആണ്, പ്ലീസ് മനസ്സിലാക്ക്. അതിന്റെ കൂടെ നീ അവനെ കിസ്സും ചെയ്തോ? പെട്ടെന്ന് ഒരുങ്ങി വാ, നമുക്ക് TA മാൻഷനിൽ പോകണം. എന്തിനാ, ബോസ് വിളിച്ചിട്ടാണോ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഐ നോ എവ്രിതിങ്. നിങ്ങൾ പറഞ്ഞില്ലേലും ഞാൻ അറിയും. പറയാത്തത് അറിയാത്തത് കൊണ്ടാണ്, തേജ് പറഞ്ഞിട്ടൊന്നുമില്ല. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് കാണാൻ താല്പര്യമൊന്നുമില്ല. നീ എന്താ പറയുന്നേ? കുക്കി, നിങ്ങളല്ലേ പറഞ്ഞേ എനിക്ക് കാണാൻ താല്പര്യമില്ല. ഇനി ഇങ്ങോട്ട് കയറി വന്നാ ദേ നിച്ചേട്ടാ, ഞാൻ നല്ല സീനാക്കും, അറിയാലോ. പക്ഷെ 2 വർഷം ശേഷം തേജു, നിന്റെ സുഖമല്ലേ? അത്ര സുഖമൊന്നുമില്ല ഏട്ടാ. എന്താ പറ്റി? നല്ല ദേഷ്യത്തിലാണോ? ഒന്നും പറയണ്ട ഏട്ടാ. സ്റ്റാഫിന്റെ കൂടെ കൊളീഗ് അക്കോമഡേഷന് വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയതായിരുന്നു. പക്ഷെ ഒരു ചെറുക്കൻ, ഒരു തീറ ചെറുക്കൻ ലോബിയിൽ വന്നെ കിസ്സടിച്ചേക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വലിയ ദാശർക്ക്. അപ്പുറത്തെ ആൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് പോലും ചിന്തിക്കാറില്ല. ജന്തുക്കളും. I hate these kind of kids. അതുപോട്ടെ, അവൻ വന്നില്ലേ കൂടെ? അത് തേജു, എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ഓക്കെ അല്ലേ? അവൻ വന്നില്ലടാ, അവന് കുറച്ച് സമയം വേണം പോലും. സമയം 2 കൊല്ലം പോരായിരുന്നു അവന്. അവന്റെ ബർത്ത്ഡേക്ക് കറക്റ്റ് വന്നിട്ട് പോലും കാണാൻ വയ്യ. അവനെ കുറ്റപ്പെടുത്തല്ലേ, നീ പെട്ടെന്നല്ലേ വന്നേ, അവൻ റെഡി ആയി കാണില്ല. നീ കുറച്ച് സമയം കൊടുക്ക്, അവൻ വരും. ഏട്ടാ, 2 കൊല്ലം ഞാൻ കാത്തിരുന്നത് വെറുതെയാ. ഞാനും വെയിറ്റ് ചെയ്യായിരുന്നു അവനൊന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടിട്ട്. 2 കൊല്ലം ഏട്ടാ. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കും ആഗ്രഹങ്ങളില്ലേ? ഒരു കുടുംബം തുടങ്ങി സെറ്റിൽ ആവണമെന്ന് വിചാരിച്ചപ്പോ എനിക്കറിയില്ല ഏട്ടാ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്. തേജു, നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് സ്പേസ് കൊടുക്കാനെന്നും പറഞ്ഞ് കാനഡക്ക് പോയത്. നീ പോവരുതായിരുന്നു. അവന്റെ കൂടെ നിന്ന് തന്നെ അവന്റെ മൈൻഡ് പ്രിപ്പയർ ചെയ്യാൻ നീ സമയം കൊടുക്കണമായിരുന്നു. നീ പോയത് കൊണ്ട് കാര്യങ്ങൾ നല്ല വഷളായി. മിക്കവാറും 2 ആഴ്ച കൊണ്ടല്ല ശരിയാവുമായിരിക്കും. ഞാനിവിടെ 3 മാസത്തേക്കുണ്ടോ, അവൻ ഗ്രാജുവേറ്റ് ആവുന്നത് വരെ. അതുവരെ ഞാൻ സമയം കൊടുക്കും ഈ മാരേജ് ആക്സെപ്റ്റ് ചെയ്യാൻ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ അവൻ എന്നെ കാണാൻ വരണം. പിന്നെ ഏട്ടാ, അവനെ കണ്ടാൽ കൊടുക്കാലോന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് പോവാ. പറഞ്ഞത് അത് പറ്റൂല്ലോ. ഏട്ടാ എന്ത് കൊടുത്തേക്ക്. പിന്നെ അവന്റെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പോയോ? പോയി. അവൻ പാർട്ടി ചെയ്യുന്നതൊന്നും തീരെ ഇഷ്ടമല്ല. സോ നേരത്തെ തന്നെ വന്നു. വെച്ചേക്കില്ല ഞാൻ പാവം തേജു. ഒരു വട്ടം കാണാൻ തോന്നുന്നു. നാളെ തന്നെ ഒരിക്കലോട് ചോദിക്കാൻ വേണ്ടിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടിട്ട്. എന്ത് ചെയ്യാനാണ്? പോട്ടെ. ഓ, ഇവരുടെ കൂടെ വന്നാൽ ഇത് തന്നെ എന്റെ വിധി. എന്തിനാ നിക്കി നീ നിന്റെ ഡേറ്റിന് ഗിഫ്റ്റ് വാങ്ങിക്കുന്നത്? നിന്റെ BF ഇവിടെ ഉണ്ടല്ലോ. ശബ്ദത്തിനെ കൊണ്ട്
നീ ഇനി ഇതിനെക്കുറിച്ച് മിണ്ടിയാലേ ഈ ഫ്ലോറിൽ നിന്ന് ഞാൻ നിന്നെ താഴെയിടും, മനസ്സിലായ? എന്റെ പൊന്നു മോനെ, ഇന്നലെ ഞാനാണ് ആ കാമപിശാചിന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ചത്. ഓർമ്മ വല്ലതും ഉണ്ടോ? റോസെ, ഫ്രണ്ടാണെന്ന് വെച്ച അനാവശ്യം പറയല്ലേ. ഷോക്കിങ്. എനിക്കാരുടെ വിശ്വാസത്തെ നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് പറഞ്ഞാലും ഇവൻ തേജസിന്റെ എനിക്ക് ചെയ്തത് അത് പൊള്ളിയായിരുന്നു. ഞാനൊക്കെയാണെങ്കിൽ പുള്ളിക്കാരനെ കിട്ടാൻ വേണ്ടി എന്തും ചെയ്തേനെ. എനിക്കറിയില്ലേ നിങ്ങൾ എങ്ങനെയാ എന്റെ ഫ്രണ്ട്സ് ആയെന്ന്. എടാ ജയിക്ക് നിക്ക്. എന്താ മോനെ ഇവിടെ? ഇതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ലാന്നറിയില്ലടാ നിനക്ക്. എടി റോസെ, പുറമേന്ന് പിച്ചക്കാരനെ പോരാണേലും അകമേന്ന് പൈസക്കാരനെയാ നമ്മളെ ആയിട്ട് ഈ കൊണ്ടു നടക്കുന്നത്. അതെ, ശരിയാ. ഇവരുടെ ഒരു കാര്യം. എക്സ്ക്യൂസ് മീ, വീറ്റി പെർഫ്യൂം റെഡ് ഫ്ലേവർ. യെസ്, അതെ, അത് തന്നെ വേണമായിരുന്നേ. അപ്പൊ സാർ കുറച്ച് സൂക്ഷിച്ച് യൂസ് ചെയ്യണം കേട്ടോ. ഓ യാ, ദാറ്റ്സ് ഫൈൻ. ഒരു കൊല്ലായി ഞാനിത് നോക്കി നടക്കുന്നു. ഇത് പാക്ക് ചെയ്തോളൂ. ഇരിക്കാണല്ലോ വരുന്നത്. മാം, ഒന്ന് പെട്ടെന്ന് പാക്ക് ചെയ്യോ? ഓ വൗ, കിട്ടി. എനിക്ക് ആ ബോട്ടിൽ തന്നെയാണ് വേണ്ടത്. യെസ്. എക്സ്ക്യൂസ് മീ, ഞാൻ ഓൾറെഡി ഇത് വാങ്ങിച്ചതാണ്. സോ ബാക്ക് ഓഫ്. നീ ആരാ എന്നോട് തർക്കിക്കാൻ? ഹാ, ഞാൻ ഇത് തന്നെ വാങ്ങിച്ചു. നീ വേറെ വല്ലതും വാങ്ങിക്കോ. സാറ് പെണ്ണുമ്പിള്ളേ, നിങ്ങൾ വേറെ എന്തെങ്കിലും വാങ്ങിക്കും. കാരണം ഞാനാണ് ഇത് ആദ്യം ഓർഡർ ചെയ്തത്. നിങ്ങളോട് ഞാൻ നേരത്തെ പാക്ക് ചെയ്യാൻ പറഞ്ഞല്ലേ. Hey, what is this behavior? Stop it. ബേബി, ഇത് കണ്ടോ? ഈ ചെറുക്കൻ, ഞാനാണ് ആദ്യം ഈ പെർഫ്യൂം വാങ്ങിക്കാൻ നിന്നെ. ബട്ട് ഇവിടെ കിടന്ന് നോയ്സ് ക്രിയേറ്റ് ചെയ്യോ ഈ ചെറുക്കൻ. സോ ചീപ്പ്. ഓഹോ, അപ്പോൾ ഇയാളുടെ സ്റ്റെപ്പിനിയുടെ കൂടെയായിരുന്നല്ലേ ഹോട്ടൽ. എല്ലാവരും കണക്കാം. നിന്നെ പോലുള്ള ജന്മങ്ങളിൽ നിന്ന് ഇതല്ലേ എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. സാറേ, ഈ കൗണ്ടറിലെ ചേച്ചിയോട് ചോദിച്ചാൽ മതി. ഞാനാണ് ഇത് ആദ്യം ചികിത്സിച്ചത്. ഓഹോ, പക്ഷെ താൻ ഇന്നത് വാങ്ങില്ല. ഇത് എനിക്ക് അർഹതപ്പെട്ടതാ. എക്സ്ക്യൂസ് മീ, ഇതെനിക്ക് വേണ്ടി പാക്ക് ചെയ്തോളൂ. വിത്ത് ഗിഫ്റ്റ് റാപ്പ് ആൻഡ് എ നോട്ട്. വിത്ത് ലവ്, തേജസ് ഇന്ദ്രവംശി. ഓ മൈ ഗോഡ്. നിങ്ങൾക്ക് എന്തിന് സൂക്കേടാ? എന്താ നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കുന്നേ? നിങ്ങൾക്ക് പവറുണ്ടേത് എന്ത് കൂപ്പും ആവാന്നാണോ? തേജസിന്ദ്രൻ ഞാൻ ആദ്യം കണ്ടു, ഞാൻ ആദ്യം വാങ്ങിക്കും. എനിക്ക് ഈ തണ്ടികളെ പോലെ ഒരുത്തനെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. വിടറ, എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ വേണം. മിസ്റ്റർ, നിങ്ങളുടെ കാമുകിയുടെ മുന്നിൽ ഞെളിയാനാണേലില്ലേ ഞാനീ കളിക്കില്ല. ഞാൻ ആദ്യം കണ്ടതിൽ ഞാൻ അത് വാങ്ങിച്ചിരിക്കും. ഓഹോ, ആണോ? നിന്റെ ഷുഗർ ഡാഡിക്ക് എന്നോട് അടികൂടാനുള്ള ധൈര്യമുണ്ടോ? അതൊന്നും ആമുഖത്തിൽ അങ്ങോട്ട് കാണുന്നില്ലല്ലോ. നീയായിട്ട് അവനെ ഇതിൽ വലിച്ചെടുക്കുവാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇയാൾ പിടിച്ചു മാറ്റി. ഈ മാളിന്റെ ഓണറിന്റെ കൂടെ ചെറുക്കനടെ കൂടുന്നേ നിങ്ങൾ പിടിച്ചു മാറ്റി. ഇവരെന്താ കേരി പോലെ? ജിത്തു, നീ എന്താ ഇവിടെ? എന്ത് പറ്റി? വിളിച്ചായിരുന്നോ? ഈ സ്ഥലത്തിൽ നിന്നും ഇവനെ ബാൻ ചെയ്തേക്ക്. അയ്യോ സർ, സാറ് വിചാരിക്കുന്ന പോലെ അല്ല സർ. തന്റെ ജോലി പോകേണ്ട ഈ ചെറുക്കനെ പുറത്താക്ക്. സർ പ്ലീസ് സർ. മിസ്റ്റർ തേജസ് ഇന്ദ്ര, ഈ ദിവസത്തെക്കുറിച്ച് ഓർത്ത് തങ്കരയും തീർച്ചയായും പറയുന്ന വാക്ക്. വാടാ. Thank you, Teju, for this perfume. അവളുടെ ഒരു താങ്ക് യു. ഇതേ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാ, അതാ നിനക്ക് വേണ്ടിയൊന്നുമല്ല. ആ ചെറുക്കനുമായിട്ട് എനിക്ക് പ്രശ്നമുള്ളത് കൊണ്ട് നിനക്ക് ഉപകാരമായി. നീ എന്താ വിചാരിച്ചേ നിനക്ക് വേണ്ടിയാണ് ഈ അടികൂടി തന്ന? ഇതൊക്കെ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാ. പിന്നെ സാറല്ലേ ബോസ്, ഇങ്ങനെ മാത്രം നീ എന്നെ വിളിച്ചാൽ മതി. മനസ്സിലായോ മിസ് യുവന? ഇങ്ങോട്ട് വാ, അവര് പോയില്ലേ? ചിത്തു, നീ എന്താ അയാളോട് നീ ഹസ്ബൻഡാണെന്നുള്ള കാര്യം പറയാണ്ടിരുന്നേ? കാരണം എനിക്ക് അയാളെ അറിയിക്കേണ്ടാത്തത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ ഡൈവോഴ്സ് തരുമല്ലോ, പിന്നെ ഹസ്ബൻഡ് ആവണ്ടല്ലോ. ഡൈവോഴ്സ് ഒന്നും നടക്കാൻ പോണില്ല. പിന്നെ പുള്ളി എന്നോട് നിന്റെ പിക്ക് ചോദിച്ചു. നീ എത്ര കാലം ഇങ്ങനെ ഒളിച്ച് നടക്കും? അയാൾക്ക് എന്റെ പിക്ക് കിട്ടിയിട്ടെന്താ?
നിന്റെ പ്രാണനാഥൻ നിന്നെ കാണാൻ കൊതിയായിട്ട്. സോറി. മനേറിക്ക നീ എൻ്റെ പിക്കെങ്ങാനും അയാൾക്ക് കൊടുത്ത പിന്നെ അറിയാതെ നിന്റെ GF-ൻ്റെ ഒരു സെറ്റപ്പ് വീഡിയോ അതെൻ്റെ കയ്യിലുണ്ട്. അത് ഞാനങ്ങ് കൈമാറും. വേണോ? വേണ്ട, ഞാൻ കൊടുക്കില്ല. പ്രോമിസ്. കൊടുത്തില്ല നിനക്ക് വേണം. ശരി എന്നാ. പണ്ടാരക്കാരൻ ഏത് നേരത്തോളം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വിസിറ്റ്? മോശം, വളരെ മോശം. അതെന്തേ? നാളൊക്കെ അടിപൊളിയായി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏട്ടാ, അവൻ കാർഡ് യൂസ് ചെയ്തേട്ടാ. ചിത്ത കാർഡ് യൂസ് ചെയ്യാനോ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അയ്യോ ഏട്ടാ, അവനൊന്ന് മാളിലാ യൂസ് ചെയ്തേ. അത് ഞാൻ ഇന്ന് നിന്നിരുന്ന ഷോപ്പിലെ സമയത്തും. അതെന്നൊരു ശരി. അവൻ ഞാൻ സെക്യൂരിറ്റി യൂണിയന്റെ കൂടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതും ആ പ്രശ്നം നടക്കുന്ന സമയത്ത്. അവൻ അവളെന്റെ GF ആണ് മറ്റാളാന്നൊക്കെ വിചാരിക്കില്ലേ? അവൻ എന്ത് കാണാൻ വരാഞ്ഞേ? ഓൾറെഡി അവൻ മെല്ലെ എന്നോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനത്തെ മണ്ടനായി പോയിട്ടു. അവൻ എന്ത് വിചാരിക്കും? അവൻ ഹസ്ബൻഡ് ഒരു ചെറുക്കൻ്റെ അടുത്ത് വേറൊരു പെണ്ണിന് വേണ്ടി അടിക്കുന്നതോ? നീ റിലാക്സ് ചെയ്തേച്ചു, ഞാൻ അന്വേഷിക്കട്ടെ ഒന്ന്. നമുക്ക് നോക്കാം, നീ പേടിക്കാതെ. നീ കാര്യങ്ങളൊക്കെ പറ. സാരമില്ല, ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞു. ഹലോ എറിക്കെ, എന്താണ് സംഭവിച്ചത്? കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓ വന്നോ? ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു ഇന്നത്തെ ഡ്രാമയുടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കാൻ. അതവന്റെ കാമുകിയൊന്നുമല്ല. അതിനിപ്പോ എനിക്കെന്താ? നീ എന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. അവന്റെ ഭാഗത്ത് തന്നെ ചിന്തിക്ക്. ആ മനുഷ്യൻ ഇങ്ങനെ ദ്രോഹിക്കണോ കുക്കി? നീ എപ്പോഴാ ഞാൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങുമോ? ഞാൻ ഇങ്ങനെയാ നിച്ചേട്ടാ, അറിയാലോ. അല്ല, എന്റെ കുക്കി ഇങ്ങനെയൊന്നുമല്ല. ഈ കുരുത്തക്കടും തല്ലുകൊളിത്തരവും എല്ലാം നീ പവർഫുൾ ആണ്, നിന്നെ ആർക്കും നോവിക്കാൻ പറ്റില്ല എന്നൊക്കെ കാണിക്കാനുള്ള ഒരു നാടകം മാത്രം. അതിലിപ്പോ എന്താ തെറ്റ്? അങ്ങനെ ആയിരിക്കണം എല്ലാവരും. അല്ലാതെ കരഞ്ഞു പിടിച്ച് എനിക്കൊന്നും വയ്യ ഇങ്ങനെ ഒരു ഇമോഷണൽ ഫൂളാണ്. നീ എന്തിനാ കുക്കി പരിപാടിയൊക്കെ തുടങ്ങി വെച്ച്? ഞാൻ എല്ലാം അറിഞ്ഞിരുന്നില്ലേ. പിന്നെ എനിക്ക് ചെക്കൻ എന്റെ BF ഒന്നും അല്ലല്ലേ. നിനക്ക് ആകെ വിശ്വാസം ഉള്ളത് കൊണ്ട് കൂട്ടി നടക്കുന്നൊരു പയ്യൻ. എന്നിട്ട് എന്തിനാ നീ ഇങ്ങനെ ആൾക്കാരെ കാണിച്ച് നടക്കുന്നേ? ഇതൊക്കെ നിങ്ങളോടാരാ പറഞ്ഞേ? അതൊന്നും നീ അറിയണ്ട. ഈ കാര്യം പറഞ്ഞേ. അങ്ങനെയെങ്കിലും എനിക്ക് സ്വസ്ഥതയും ഡൈവേഴ്സും കിട്ടാൻ. എങ്ങനെയാണേലും പുള്ളി അറിയും ഞാൻ ഇങ്ങനെ ഒരുത്തന്റെ കൂടെ പോന്നു, ചീറ്റ് ചെയ്യുന്നു എന്നൊക്കെ. അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അവൻ അത്രയും കേട്ടിട്ട് നിനക്ക് ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യുന്ന തോന്നുന്നുണ്ടോ? ഓഹോ, അവനെ നീ നിന്റെ വൃത്തികെട്ട സ്വഭാവം കാണിച്ച് അവനെ അകറ്റാൻ. എടാ തെമ്മാടി. നീ എന്തിനാ കുക്കി അവനെ ഇത്ര കഷ്ടപ്പെടുത്തുന്നത്? അവൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയോ? നീ അത് ചിന്തിച്ചു നോക്കി. നടന്നത് മൊത്തം അവന്റെ തെറ്റായിരുന്നു. അതെ നിച്ചേട്ടാ, ഇയാളും അയാളുടെ ആൾ തന്നെയാ. ഇവനും അയാളെപ്പോലെ തന്നെയാ. ഇയാളുടെ ഹസ്ബൻഡായി തുടരാൻ ഒട്ടും താല്പര്യമില്ല. കുക്കി, നീ തെറ്റിദ്ധരിക്കുന്നയാ. അയാളുമായിട്ട് അവനൊരു ബന്ധവുമില്ല. അവനാണ്. നീ ജനറലൈസ് ചെയ്യാതെ. നിനക്കറിയോ, അവൻ നീ എന്ന കാർഡ് യൂസ് ചെയ്തപ്പോ ഉണ്ടായ സന്തോഷം? അവൻ നീ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്ന പ്രത്യേകതയില്ല നിൽക്കുന്നേ. അവനിപ്പോ പേടിച്ചിരിക്കുക. നീ അവനെ ആ പെണ്ണിന്റെ അരികിൽ നിൽക്കുന്നത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു. നിനക്ക് അവൻ ചീറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടാവുമെന്ന്. അല്ലാത്ത പോലെ. അല്ല, അത് തന്നെ. ഒരു ചാൻസ് കൊടുത്തു. ഞാൻ നിന്നെ ചെറുപ്പം തൊട്ടേ കാണാൻ തുടങ്ങിയതാ. എനിക്കറിയാം നീ എന്തിനെയാ പേടിക്കുന്നതെന്ന്. ഒന്ന് പോണേ ചേട്ടാ. എനിക്ക് ജിതിൻ കൃഷ്ണവംശിക്ക് ആരെയും പേടിയില്ല, മനസ്സിലായോ? ജിതിൻ കൃഷ്ണവംശിയോ? ജിതിൻ കൃഷ്ണവാര്യർ. കുക്കി, ഞാൻ നേരത്തെ പറയാം, ഈ നാടകം നിർത്തിക്കാം. നിക്കുമായി ഇല്ല അടക്കം. അല്ലെ നിന്റെ ഫ്രണ്ട്സിനോട് ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ പറയും. നിച്ചേട്ടാ. മിസ്റ്റർ തേജസ്ചന്ദ്ര വംശി, കഥ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. So that's it, Amise.
ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് വെരി വെരി താങ്ക് യു ഫോർ ദി സപ്പോർട്ട്. ലൈക്ക് ഞാനൊരു സപ്പോർട്ടും ഒരു തരത്തിലുള്ള പ്രൊമോഷനും ചെയ്യാതെ ആദ്യമായിട്ട് ഇട്ട ഒരു FFന് ഞാൻ 1-2 വ്യൂസ് കിട്ടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് 1K വ്യൂസിനടുത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. സോ വെരി വെരി താങ്ക് യു. എല്ലാവർക്കും നല്ല താങ്ക് യു ഉണ്ട്. ആൻഡ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് കുറച്ച് ഇൻറ്റൻസ് ആയിരിക്കും. ആൻഡ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ജിത്തുവിനും ഇന്ദ്രയ്ക്കും കൊടുത്ത സപ്പോർട്ട് ഇനിയും കിട്ടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ. ലവ് യു ഗൈസ്.